ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. നിലവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളേച്ച കൊടുക്കാൻ പോയപ്പോ കൊണ്ടു കാണും ഇല്ലടോ? കൊള്ളും കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കലായിരിക്കണം. നീ തറുതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ച അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ മുതലാളി. 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ഒരുപാട് മറ്റേ വർത്തമാനം പറയുന്നു. ഒരു കാര്യം വെച്ചാൽ അത് നേരിട്ട് വന്നിട്ടുള്ളൂ. ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ എന്തുവേ? ഗണകന്റെ അറ്റ കൈയൊന്ന് നോക്കിയാലോ? എന്ത് ക്ഷുദ്രം? ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങള് വീടൊഴിയും. അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി. സാറേ. ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താത്ത പോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇനി അധികം വച്ച് നീട്ടിയ ഈ വീട്ടുപടിക്കാൻ ഞങ്ങൾ ശവം കാണും സാറേ. അപ്പൊ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാകുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. പോവാം. അതെ നിന്നേ. സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ചേട്ടാ, പക്ഷേ കിട്ടിയത് പോരല്ലേ? എന്റെ ദൈവമേ, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ചാത്തനേർ നീ എന്തെല്ലാം അനുഭവിക്കണോ ദൈവത്തിനറിയാം. ഇതൊക്കെ അന്നേരം ആലോചിക്കണമായിരുന്നു. 3 പേരും 3 ഡയറക്ഷനിലോട്ട് പോകണം. എറി കണ്ടാ ഒരു സംശയം തോന്നരുത്. പിന്നെ തമ്മി എറി കൊള്ളരുത്. കൊണ്ടുകഴിഞ്ഞ് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാ പ്രശ്നമാവും. നീ ആരുടെ കമാൻഡ് വേണം കേട്ടല്ലേ? കിട്ടുന്ന ലക്ഷണമുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മാറ്റി. നീ വാക്ക് വശത്തോട്ട് വയ്ക്കും. ഞാനീ ഭാഗത്ത് കാണും. എറിയുമ്പോ സൂക്ഷിക്കണേ. ഗോപാ, ആരോ കല്ലെറിയുന്നല്ലോ. കല്ലോ? ഏതാണത്? ആ ടോർച്ച് ഞാൻ നമുക്ക് നോക്കാം. ഈ രാത്രിയിലോ? പിന്നെ ഇപ്പൊ കല്ലെറിയുന്നതിന് രാവിലെയാണ് പോയി നോക്കുന്നത്. ഇപ്പൊ പുറത്തിറങ്ങുന്നത് ബുദ്ധിയല്ല. എന്റെ ദാസത്തിന് പേടിയുണ്ടോ? എന്റെ പേടി അതല്ല. ഈ നാട്ടുകാർ പറയുന്ന പോലെ ഇത് ശരിക്കും ചാത്തനാണോന്നാ. അത് ശരി. 2 കല്ല് കണ്ടപ്പോ ദാസേട്ടന്റെ യുക്തിവാദമൊക്കെ തീർന്നോ? തീർന്നിട്ടല്ല. ചാത്തനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതാ യുക്തി. അതെ. ഇപ്പൊ പുറത്തിറങ്ങരുത്. ചാത്തനെങ്കിൽ ചാത്തൻ. കണ്ടിട്ട് എന്നെ കാര്യം. എന്ത് വന്നാലും നിന്നെ ഞാനിപ്പോ പുറത്ത് വിടില്ല. ആരാണത്? ചേട്ടാ, ആ തോക്കി എടുക്ക്. തോക്കോ? ആ തോക്കേ, റൈഫിൾ. ഇവനൊക്കെ എന്ത് കാച്ചിട്ടുള്ള കാര്യം? തോക്കെടുക്കുന്നു. ഓടിക്കടാ, അവന്മാര് തോക്കെടുക്കാൻ പോണു. അതേ ഉന്നമില്ലാത്ത പാർട്ടികൾ നേരെ നമ്മുടെ തലയിൽ തന്നെ ഓടിക്കിട്ടോ. തോക്കുള്ളവരെ ഇരവി ദരിദ്രവാസി പറഞ്ഞില്ലല്ലോ. അയ്യോ, വെടി വരും. ഗോപാ, പേടിയുണ്ടോ? നീ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. വേണമെങ്കിൽ ഇവിടെ കുടിക്കോ. ചേട്ടൻ കിടന്നോ. ചാത്തന്മാർ ഇനിയും വരുന്നുണ്ടോന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ.
എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണേ. ഓ ലൈറ്റ് ഓഫ് ചെയ്യണ്ട. ദാസമാഷ്ട പ്രേത ബംഗ്ലാവിൽ ചാത്തൻ വന്നെന്ന്. അയ്യോ, മാത്രമല്ല എടുത്താ പങ്ങാത്ത കല്ലുകൊണ്ട് ചാത്തൻ കര വരാൻ എറിഞ്ഞെന്ന്. ഉള്ളതാണോടാ? വെറുതെ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. എന്റെ അയ്യപ്പൻ ചേട്ടാ അവിടെ മുറ്റത്ത് നിറച്ച ആളുകൾ കൂടിയിരിക്കുക. തെക്കുന്നും വടക്കുന്നും 3-4 ചാത്തന്മാര് ചരപറാന്ന് മത്സരിച്ചെറിഞ്ഞു. ആ ചത്തുപോയ ശാന്തപ്പെണ്ണിന്റെ പ്രേതമായിരുന്നെങ്കിൽ ഒരു വശത്ത് നിന്നല്ലേ ഏറ് വരൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊന്നുമല്ല, ഇക്കാലം അത്രയും ഈ പ്രദേശത്തൊക്കെ കാണാത്ത തലവരാതി ചാത്തന്മാര് ഇത്ര പെട്ടെന്ന് എവിടെന്നാ ആകാശത്ത് പൊട്ടി വീണതോ അതോ ഭൂമി ഇങ്ങനെ പൊളച്ചു കുത്തിയതോ? എടാ, ഈ ചാത്തന്റെ ഉത്ഭവ രഹസ്യം ഒന്ന് അറിയണമല്ലോ. രാമൻ ചടിഞ്ഞു വന്നേ. വലിക്കാതെ ചേട്ടനെ കൊണ്ടുവന്നു. നിങ്ങൾ ആദ്യം കയറി, ഞാൻ പിന്നാലെ കയറി. മാഷാകത്തോട്ട് പേടിക്കണ്ടല്ലോ. കഞ്ഞോട്ട് മാറിക്ക. എന്തോ നടത്തിട്ട് കാണാനുള്ളത് മാറിക്കട. എടാ, നിങ്ങൾ ആരും ഇതുവരെ ചാത്തനെ കണ്ടിട്ടില്ല? കണ്ടു. എന്താ ഉണ്ടായത്? ദാസേട്ടൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി എന്നെ ചാത്തൻ പറഞ്ഞ പിടികൂടിയാണ്. ഈ ചാത്തൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല മാഷെ. ചാത്തനെ പിടികൂടാ എന്ന് ശ്രമിക്കുന്നൊക്കെ വെറും പോഷ്ക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണം. നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവമില്ല, ചാത്തനില്ല, പ്രേതമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാ. എന്റെ കൂടെ തന്നെ എത്ര പ്രേതങ്ങൾ നടക്കുന്നു. ചെമ്പിലെ തങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ചരട് ജപിച്ചെത്തിയാലോ മാഷേ? ഞാനൊരു യുക്തിവാദിയാണ്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ആരുടെ ചാത്തനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇതിപ്പോ പിള്ളേരുടെ യാത്രയാണോ യഥാർത്ഥ യാത്രയാണോ എന്നറിയാൻ നമുക്ക് നമ്മുടെ ജീവിതം പണയം വെക്കണോ മാഷേ? നമുക്ക് നമ്മുടെ പഴയ ഒന്നും ഉണ്ടാതിരടെ. നിന്റെ മറ്റൊടത്ത് കഴിയുന്നതിലും ഭേദം വല്ല ചാത്തന്റെ ഏറ് കൊണ്ട് ഇവിടെ കിടക്കുക. ഒന്നുമില്ലേലും ഇതൊരു പഴയ തറവാടല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വഴിക്ക് കൊണ്ടുപോകാൻ കൊള്ളുകയല്ല. അവിടെ എങ്ങനെ തിന്നുകൊണ്ട് കിടന്നോന്ന് പറഞ്ഞതാ ഈ ഞവണി ഒരുത്തര അതിനൊക്കെ കാരണം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഏത് ചാത്തനായാലും പോത്തനായാലും ഞങ്ങൾ ഈ വീട് ഒഴിയുന്ന പ്രശ്നമേ ഇല്ല. ആ പിള്ളേ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്താ? മാഷേ, അവര് കണ്ടമാനം ഉപദ്രവിച്ചോ മാഷേ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ? അച്ഛൻ പറഞ്ഞു പ്രേതം വന്നു ഉപദ്രവിച്ചു എന്നൊക്കെ. ദേ, തടവാൻ വേണ്ടി തന്നയച്ചതാ തൈലം. എവിടെയാ വേദന ഞാൻ പരട്ടി തരാം. കൈപ്പുണ്യമുള്ള കൈയെന്ന അമ്മ പറയുന്നത്. എന്നെ ആരും ഉപദ്രവിച്ചില്ല. എനിക്ക് അവിടെ വേദനയില്ല. ആ, അത് കള്ളം. മാഷ കണ്ടാൽ അറിയാലോ വേദനയുണ്ടെന്ന്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു വേദന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വരുന്നത് മാഷക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്താണ് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇഷ്ടക്കുറണ്ടായിട്ടല്ല. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി നാറ്റിക്കാൻ. അല്ലെങ്കിൽ തന്നെ പിള്ളേം കൂട്ടി നോക്കിയിരിക്കുക. മാഷക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആര് കണ്ടാലെന്താ? ഇടൂ, ആളുകൾ എന്നെ കുറ്റം പറയൂ. ഞാൻ ഒരു സ്കൂൾ മാഷാ. പള്ളിയിലത്തിനൊന്നും അല്ലല്ലോ, മാഷല്ലേ. ഒരു പേടിത്തന്നെ മാഷ്. നീ ഒരു ഉപകാരം ചെയ്യാവോ? ഒന്ന് പോയി തരാമോ? ആ ഗോപൻ ഇപ്പൊ വരും. അവൻ അമ്മയ്ക്ക് എഴുതും. പിന്നെ എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കാൻ ഒക്കില്ല. മാഷക്ക് ഇഷ്ടമല്ല, ഞാൻ പൊയ്ക്കോളാം. ആ, പൊക്കോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചാത്തുകളയും. ആ